ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് അത് പറഞ്ഞ സന്ദർഭം പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. മുമ്പത്തെ വാക്യങ്ങളിൽ യേശു അക്കാലത്തെ മതനേതാക്കളുമായി ചൂടേറിയ സംവാദത്തിൽ ഏർപ്പെട്ടിരുന്നു. അവർ യേശുവിനെയും അവൻ്റെ അധികാരത്തെയും വെല്ലുവിളിക്കുകയായിരുന്നു. ഇത് യഹൂദ ജനതയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന അബ്രഹാമിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് നയിച്ചു. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട് എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ അവൻ തന്റെ ദൈവികതയെക്കുറിച്ച് അഗാധമായ പ്രസ്താവന നടത്തുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് വെളിപ്പെടുത്തിയതുപോലെ ഞാനാകുന്നു എന്ന പ്രയോഗം ഉപയോഗിച്ച് അവൻ ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കുകയാണ്. പുറപ്പാട് 3:14 പറയുന്നത് പോലെ മോശെ ദൈവത്തോട് അവൻ്റെ പേര് ചോദിക്കുമ്പോൾ ദൈവം മറുപടി നൽകുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ്. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് ഇതാണ്: ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഈ വാചകം ഉപയോഗിക്കുന്നതിലൂടെ യേശു അബ്രഹാമിന് മുമ്പ് നിലനിന്നിരുന്നുവെന്ന് അവകാശപ്പെടുക മാത്രമല്ല, ദൈവികവും ശാശ്വതവുമായ ദൈവത്തിൻ്റെ സ്വഭാവവുമായി സ്വയം സമീകരിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ തന്നെ ദൈവവുമായി സമീകരിക്കുന്നത് ദൈവദൂഷണമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അക്കാലത്തെ മതനേതാക്കൾക്ക് ഈ വാദം ഞെട്ടിക്കുന്നതും അപകീർത്തിപരവുമായിരുന്നു. ചുറ്റുമുള്ള ആളുകളുടെ പ്രതികരണം യേശുവിൻ്റെ പ്രസ്താവനയുടെ പ്രാധാന്യത്തെ കൂടുതൽ അടിവരയിടുന്നു. യോഹന്നാൻ 8:59 മതനേതാക്കൾ യേശുവിനെ കല്ലെറിയുവാൻ കല്ലുകൾ പെറുക്കിയതായി നാം വായിക്കുന്നു. അവൻ്റെ വാക്കുകൾ ദൈവനിന്ദയായി വ്യാഖ്യാനിച്ചു. യേശുവിൻ്റെ അവകാശവാദത്തിൻ്റെ ആകർഷണവും അവൻ്റെ ഐഡന്റിറ്റിക്ക് അത് നൽകിയ പ്രത്യാഘാതങ്ങളും അവർ മനസ്സിലാക്കിയെന്ന് അവരുടെ പ്രതികരണം സ്ഥിരീകരിക്കുന്നു. യേശുവിൻ്റെ ദൈവികതയുടെ പ്രമേയം ഈ വാക്യത്തിൻ്റെ കേന്ദ്രമാണ്. പുതിയ നിയമത്തിലുടനീളം ദൈവവുമായുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് യേശു സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യേശു നടത്തിയ നിരവധി ഞാൻ പ്രസ്താവനകൾ ഓരോന്നും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും വ്യത്യസ്ത വശങ്ങളെ വെളിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് യോഹന്നാൻ 6:35 ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ആത്മീയ ഉപജീവനം നൽകുന്നതിൽ തൻ്റെ പങ്ക് ഊന്നി പറയുന്നു. യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാണ് എന്ന് അവൻ പറയുന്നു. തൻ്റെ അനുയായികളോടുള്ള കരുതലും സംരക്ഷണവും ഇത് എടുത്തു കാണിക്കുന്നു. ദൈവത്തിൻ്റെ ദിവ്യപുത്രൻ എന്ന യേശുവിൻ്റെ ഐഡന്റിറ്റിയുടെ ബഹുമുഖ സ്വഭാവം വെളിപ്പെടുത്താൻ ഈ പ്രസ്താവനകൾ കൂട്ടായി സഹായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പശ്ചാത്തലവും പരിഗണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. യഹൂദ മത നേതാക്കന്മാർക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിലും ഏകദൈവാരാധന എന്ന ആശയത്തിലും നല്ല അറിവുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന ആശയം ആഴത്തിലുള്ള വെല്ലുവിളിയും പ്രകോപനപരവുമായിരുന്നു. ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുന്നു എന്ന സങ്കല്പം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യത്തിന് യോജിച്ച ഒന്നായിരുന്നില്ല. അവസാനമായി യോഹന്നാൻ 8:58 യോഹന്നാൻ സുവിശേഷത്തിലെ ഒരു സുപ്രധാന വാക്യമാണ്. യേശുവിൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ തീവ്രമായ ദൈവശാസ്ത്രപരമായ പ്രാധാന്യത്തെ ഇത് ഉൾക്കൊള്ളുന്നു. ഈ ധീരമായ പ്രഖ്യാപനത്തിലൂടെ യേശു തൻ്റെ ശാശ്വത സ്വഭാവവും ദൈവിക അധികാരവും ഉറപ്പിച്ചു പറയുന്നു. മതനേതാക്കളെ വെല്ലുവിളിക്കുകയും തൻ്റെ വാക്കുകളുടെ അഗാധമായ പ്രത്യാഘാതങ്ങളുമായി പിണങ്ങാൻ ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം പുതിയ നിയമത്തിൽ യേശുവിനെ ദൈവപുത്രനായി ചിത്രീകരിക്കുന്നതിൽ ഒരു മൂലക്കല്ലായി നിലനിൽക്കുന്നു. അത് യേശുവിൻ്റെ സത്യത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പ്രതിഫലവും സംവാദവും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.